ഹായ് ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ആമൂർ മീനിനെ നമ്മൾ ഫ്രൈ ആക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ചിറക്, പിന്നെ അതുപോലെ വാല് ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലിൽ. നമ്മൾ ഷോപ്പ് വരുന്നത് ജിസാൻ ദർബ് മുസല്ലസ് എന്ന് പറയും, സൗദി അറേബ്യയിലെ. അപ്പോൾ സുബൈർക്ക നന്നായി ചുരണ്ടാൻ പോവാണ്. അപ്പോൾ ആദ്യം മീൻ നന്നായിട്ട് ചുരണ്ടി അതിൻ്റെ ചെളുക്കൊക്കെ കളയണം. അതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിന് വിടൽ. ആദ്യം അതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൊക്കെ പുറത്ത് അടിക്കണ്, കാരണം വലിപ്പമുള്ള മീനിൻ്റെ നമ്മൾ ഇന്ന് രാവിലെ വന്ന ഫിഷാണ്. അപ്പോൾ കണ്ണ് പുറത്തിടാൻ കാരണം വേറെ ഒന്നുമല്ല, അതേപോലത്തെ ഒരു 5-8 മീനുണ്ട്. അപ്പോൾ ഐസിലിടുമ്പോഴുള്ള ഒരിതാണത്. കണ്ണ് പുറത്തിയാടും. അത്യാവശ്യം ഒരു 4-4.5 കിലോ ഉണ്ട് മീൻ. ഇങ്ങനെ കണ്ടിട്ട് ഇത് വീഡിയോയിൽ വലുപ്പം തോന്നുന്നില്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട്. അപ്പം നമ്മളെ റാണ ബംഗ്ലാദേശ് സ്വദേശിയാണ്. അപ്പോൾ റാണാണ് നമ്മളെ കട്ടിങ് മാസ്റ്റർ. അപ്പോൾ റാണ കല്ലിലെടുത്തിട്ട് അതിനാദ്യം വാലൊന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം വരയാണ്. കാരണം മസാല, അതായത് ബ്രോസ്റ്റിൻ്റെ ഇതൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ, ഉള്ളിൽ വേവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരഞ്ഞേ പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ കാട്ടം കളയണം. അതായത് ചിലപ്പോൾ മീൻ ചെറുമീനിനൊക്കെ തിന്നിട്ടുണ്ടാവും. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കച്ചറകളൊക്കെ പുറത്ത് ഒഴിവാക്കി വേസ്റ്റിലേക്ക് ഒഴിവാക്കിയിട്ട് നന്നായി നോക്കും. പുതിയ മീനാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ചെളുക്ക, അതായത് മീനിൻ്റെ ചെളുക്ക നല്ല റെഡ് കളറായിരിക്കും പുതിയ മീനിന്. നേരെ അടുത്ത ആൾക്ക് കൈമാറും. അടുത്ത ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് കുളിപ്പിക്കും, കൈക്ക് വൃത്തിയാക്കും. വേറൊരു മീനിവിടെ വന്നിട്ടുണ്ട്. ഷോപ്പ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മഷ്ഫിക്ക് പോകേണ്ട, അതായത് നമ്മൾ അൽഫാമില്ലേ, അൽഫാമിന് പോകേണ്ട മീനാണ്. കാരണം അതങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്നത് ചെറുതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതിനങ്ങോട്ട് കുളിപ്പിക്കാൻ. എന്താ അതിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ അതിനെ കുളിപ്പിക്കാൻ പോകണേ. 86ാമത്തെ ടോക്കൺ അല്ലേ. നമ്മൾ കൗസർ, അത് അവനാണ് ഈ മീൻ കസ്റ്റമേഴ്സിന് വിറ്റ ആൾ. നമ്മൾ സെയിൽസിലുള്ള പയ്യനാണ്. അതായത് ഫിഷിൻ്റെ കൗണ്ടർ തന്നെ വേറെയാണ്. അവിടുന്ന് തൂക്കി ഇതാക്കിയിട്ടേ വരുള്ളൂ. അത് നല്ല ഫിഷ് കൊടുക്കുമ്പോഴുള്ള അവൻ്റെ ഒരു ഇത്. നമ്മളെല്ലാ ഫിഷും നല്ല തന്നെ കൊടുക്കൽ, അങ്ങനെയല്ല. അതായത് ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ളതാണ് ഈ ഫിഷ്. അതുകൊണ്ടാണ് 4.5 കിലോ എടുത്തത്. 4 സൗദീസിന് കഴിക്കാനുള്ളതാണിത്. 4 പേർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മീൻ വേണ്ടേ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെളുക്കിലെ ഇതൊക്കെ കുളിപ്പിച്ച് നല്ല ബ്രഷ് ചെയ്ത് അത്യാവശ്യം നല്ല കുട്ടപ്പനായിട്ടുണ്ട്. നമ്മൾ കൊട്ടവൻ റെഡിയാക്കിയിട്ടുണ്ട്. ആഹാ, അടിപൊളി. എന്താല്ലേ, അതങ്ങോട്ട് കൊട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ ഷിബിലിന് കൈമാറും. ഫൈസലാട്ടോ, സോറി കേട്ടോ, ഷിബിലല്ല, ഫൈസലിന് കൈമാറിയിട്ട് ഫൈസൽ ഷിബിലിന് കൈമാറും. അതായത് ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യേണ്ട ഓരോരുത്തരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാണ്. അതായത് സ്റ്റാഫ് കുറവാണ്, കസ്റ്റമേഴ്സ് കുറവായപ്പോൾ സ്റ്റാഫ് അത്യാവശ്യം നാട്ടിലേക്ക് ലീവിന് ഈ ടൈമിന് പോകാൻ പറ്റും. അപ്പം അങ്ങനെ പോയിട്ടുള്ളത്. അത് ബഷീറാണത്, ബംഗ്ലാദേശാണ്.
ചെറുതായിട്ട് ശിബിലിൻ്റെ മീൻ മുള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ റോസ്റ്റ് പൊടി കേട്ടോ. റോസ്റ്റ് പൊടിയിൽ മുക്കിയെടുക്കും. ആദ്യം ആ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. ആ വെള്ളം നമ്മളെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർന്നാണ്. അതിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഉപ്പൊക്കെ അതിൽ പിടിക്കും. പിന്നെ അതാ നേരെ എണ്ണച്ചട്ടിയിൽ നിന്ന് കിടന്ന് തിളയ്ക്കാണ്. തിളച്ച് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. 25 മിനിറ്റോളം എണ്ണയിൽ കിടന്നിട്ട് അവൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തോളൂ, നോ പ്രോബ്ലം. ഒക്കെ നിങ്ങളിഷ്ടമാണ്. നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേക്കും. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.